നമസ്കാരം. ഡ്രൈവിംഗ് സ്കൂളുകാരെ സംബന്ധിച്ച് ഇടുത്തി അയക്കാവുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമം ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ്. ഇത് നേരത്തെ അറിയിച്ചിരുന്നത് ജൂലൈ 1 മുതൽ നടപ്പിലാക്കും എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ജൂൺ 1 തന്നെ രാജ്യത്തുടനീളം ഈ നിയമം നടപ്പിലാക്കും എന്നതാണ്. ഇത് എന്തുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഇടുത്തിയാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബാധ്യത വരുന്ന ഒരു നിയമമാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇവിടെ സംസ്ഥാന ഗതാഗത വകുപ്പിന്റെ പരിഷ്കാരങ്ങൾ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെയാണ് സമരം തുടങ്ങിയതും പിന്നീട് ചില ഇളവുകളൊക്കെ ലഭ്യമാവുകയും അതുപ്രകാരം സമരം ഒത്തുതീർപ്പാവുകയും ചെയ്തു. പുതിയ കേന്ദ്ര നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ RTOയോ MVDയോ ഒന്നും ആവശ്യമില്ല. എല്ലാം ഡ്രൈവിംഗ് സ്കൂളുകാർ തന്നെ ചെയ്തോളണം. അതായത് ഡ്രൈവിംഗ് സ്കൂളുകൾ കൽപ്പിത സർവകലാശാലകൾ അഥവാ ഡീംഡ് യൂണിവേഴ്സിറ്റികളായി മാറും. കേരളത്തിന് പുറത്തൊക്കെ വിദ്യാഭ്യാസത്തിനും മറ്റുമായി പോയവർക്കൊക്കെ അറിയാം, അവിടെയൊക്കെ ചില കോളേജുകൾക്ക് പഠിപ്പിക്കാനും പരീക്ഷ നടത്താനും ജയിപ്പിക്കാനും ഒക്കെ അധികാരമുണ്ട്. സമാനമായ ഒരു അവസ്ഥയായിരിക്കും രാജ്യത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾക്കും വരിക എന്ന് സാരം. ഇതിനായി ഡ്രൈവിംഗ് സ്കൂളുകൾ അക്രഡിറ്റേഷൻ എടുക്കേണ്ടതായി ഉണ്ട്. ഈ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ചുമതല മോട്ടോർ വാഹന വകുപ്പിനായിരിക്കും. ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനായി സെൻസറുകൾ ഘടിപ്പിച്ച ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകൾ ഒരുക്കേണ്ടതുണ്ട്. പഴയതുപോലെ കമ്പി കുത്തിയുള്ള 8ഉം Hഉം ഒന്നും നടക്കില്ലെന്നർത്ഥം. ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കിൽ കൂടി 8 ആകൃതിയിലുള്ള ഫോർവേഡും റിവേഴ്സും എടുക്കേണ്ടതായി വരും. അതുകൂടാതെ റിവേഴ്സ് പാർക്കിംഗ്, ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ് എന്നിവയും ചെയ്ത് കാണിക്കേണ്ടതായി വരും. ഗ്രേഡിയന്റ് ടെസ്റ്റും ഉണ്ടാവും. അതായത് കയറ്റത്തിൽ നിർത്തി വണ്ടി താഴോട്ടിറങ്ങാതെ മുന്നോട്ടെടുക്കുക. ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചിട്ടുള്ള പല ആൾക്കാർക്കും വേണ്ടത്ര പരിശീലനം കിട്ടാത്തൊരു മേഖലയാണ് ഇത്. ഒരു ട്രാഫിക് ജംഗ്ഷന്റെ ഒരു ചെറിയ മാതൃകയും ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കിൽ സജ്ജമാക്കിയിരിക്കും. ഈ മേഖലയിലെല്ലാം വൈദഗ്ധ്യം തെളിയിച്ചെങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയുള്ളൂ. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമം അനുസരിച്ച് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ട കോഴ്സ് ദൈർഘ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. LMV ലൈസൻസാണ് എടുക്കുന്നതെങ്കിൽ 4 ആഴ്ചയാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇതിൽ 29 മണിക്കൂർ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. അതായത് 21 മണിക്കൂർ പ്രാക്ടിക്കലും 8 മണിക്കൂർ തിയറിയും. 8 മണിക്കൂർ അടങ്ങുന്ന തിയറിയിൽ ഗതാഗത നിയമങ്ങളെക്കുറിച്ചും റോഡിൽ പാലിക്കേണ്ട അടിസ്ഥാന മര്യാദകളെക്കുറിച്ചും ക്ലാസുകൾ ഉണ്ടാകും. ഇതുകൂടാതെ അത്യാവശ്യം വാഹനത്തിന്റെ മെക്കാനിസവും അതുപോലെ തന്നെ ഒരു അപകടമുണ്ടായാൽ ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷകളെക്കുറിച്ചും തിയറിയിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഇനി ഹെവി ലൈസൻസ് എടുക്കാനാണെങ്കിൽ 6 ആഴ്ചയാണ് കാലാവധി. 39 മണിക്കൂറാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇവിടെ പ്രാക്ടിക്കൽ 31 മണിക്കൂറും തിയറി 8 മണിക്കൂറുമായിരിക്കും. ലേണേഴ്സ് എടുത്ത ഒരാൾ ഈ കോഴ്സ് ദൈർഘ്യം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ടെസ്റ്റിന് ഹാജരാവാൻ സാധിക്കുകയുള്ളൂ. ഈ നിയമത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടാൻ പോകുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാർ ആയിരിക്കും. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഇവരുടെ ബാധ്യതയാണ്. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ പരിശീലിപ്പിക്കുന്ന ഒരു സ്കൂൾ നടത്താൻ കുറഞ്ഞത് 1 ഏക്കർ സ്ഥലം ഉണ്ടായിരിക്കണം. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വാഹനം കയറാൻ പറ്റിയ രീതിയിലുള്ള 1 ഏക്കർ സ്ഥലം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അതിന് ലക്ഷങ്ങൾ പോരാ, കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് തന്നെ വേണം. ഹെവി മോട്ടോഴ്സ് ഡ്രൈവിംഗ് സ്കൂളാണ് നടത്തുന്നതെങ്കിൽ അതിന് കുറഞ്ഞത് 2 ഏക്കർ സ്ഥലം വേണം. ഇതുകൊണ്ടും തീരുന്നില്ല, കെട്ടിടവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കേണ്ടതായി ഉണ്ട്. സ്ഥലവും കെട്ടിടവും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകൾ നിർമ്മിക്കണം. ചുരുക്കം പറഞ്ഞാൽ ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം ഒരു പാരയാണ്. ഈ മേഖലയിലേക്ക് ചില വൻകിട കമ്പനികൾ കടന്നു വരാനായി നോട്ടമിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പുതിയ നിയമമനുസരിച്ച് ഗതാഗത നിയമ ലംഘനത്തിന് ഏർപ്പെടുത്തിയിരുന്ന പിഴത്തുകകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനം 18 വയസ്സിന് താഴെയുള്ളവർ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 25,000 രൂപയാണ് പിഴ. കൂടാതെ വാഹനത്തിന്റെ രജിസ്ട്രേഷനും ഒരു നിശ്ചിത കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്യപ്പെടും. ഇത്തരത്തിൽ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ പിന്നെ 25 വയസ്സ് വരെ കാത്തിരിക്കേണ്ടതായി വരും ലൈസൻസ് എടുക്കാൻ. ഈ അടുത്ത് പൂനെയിൽ ഒരു 17 വയസ്സുകാരൻ ഒരു പോർഷെ കാർ മദ്യലഹരിയിൽ ഓടിച്ച് അപകടം വരുത്തിയിരുന്നു. 2 ബൈക്ക് യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവമായിരുന്നിട്ടും കോടതി 15 മണിക്കൂറിനകം അവനെ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. ആകെ കൊടുത്ത ശിക്ഷ വാഹനാപകടത്തെക്കുറിച്ച് ഒരു ഉപന്യാസം എഴുതുക എന്നതായിരുന്നു. ഈ കോടതി നടപടിക്കെതിരെ രാജ്യത്തെമ്പാടും വ്യാപക ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. ശേഷം വൻ വിവാദമുണ്ടായ ശേഷം ഈ 17കാരന്റെ പിതാവിനെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ 17കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കടുത്ത നിയമം ആവശ്യം തന്നെയാണ്.
ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് മടങ്ങി വന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എല്ലാ നടപടികളും ക്യാമറയിൽ പകർത്തേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളുകാർക്ക് വിദ്യാർത്ഥികളെ വഴിവിട്ടൊന്നും സഹായിക്കാനും കഴിയില്ല. അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ കുറഞ്ഞത് +2 പാസ്സായിരിക്കണം. 5 വർഷത്തെ ഡ്രൈവിംഗ് പരിചയവും ബയോമെട്രിക്സിലും കമ്പ്യൂട്ടറിലും അടിസ്ഥാന അറിവും ഉണ്ടായിരിക്കണം. കേന്ദ്ര ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തെ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകാർ എങ്ങനെ സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. താങ്ക്